കളഞ്ഞോ നവിന് അടിയായി വരിയില്. ഈച്ചൂനൊന്ന് കിട്ടിട്ടോ, എനിക്കൊന്ന് കിട്ടി, ഈച്ചൂനൊന്ന് കിട്ടി. ഈച്ചൂനൊന്ന് കിട്ടീനി. ആ അപ്പോൾ ദാ ഇത് രണ്ടെണ്ണം നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കേട്ടാ, വാച്ച് അൾട്ര. അപ്പോൾ ഇതും ലേറ്റസ്റ്റ് മോഡൽ വാച്ച് അൾട്ര. അപ്പം നമുക്ക് ഫുൾ മോഡലും കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അത് ഇപ്പച്ചിക്കും കൊണ്ടുപോയി കൊടുക്കാൻ ഈ ഒരു സാധനം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്, കുറച്ച് പെർഫ്യൂം, പിന്നെ ഒരു തൊടുപ്പാളി ഷൂ. ഞാൻ ഇപ്പോൾ സ്റ്റൈലിങ്ങും ഡ്രസ്സിങ്ങൊക്കെ മാറ്റിയോണ്ട് ഞാൻ തൊടുപ്പാളി സ്റ്റൈലിക്ക് കയറി. ഫുള്ള് പണ്ടത്തെ പോലെ സ്നീക്കേഴ്സൊന്നുമല്ല, ക്ലാസ് മെന്ന് മാത്രം ഇടണേ, സിഗ്മ പുരുഷന്മാർ മാത്രം ധരിക്കുന്ന ഒരു ഷൂയിലേക്കൊക്കെ ഞാൻ മാറി. അതുപോലെ തന്നെ എൻ്റെ ഒരു ചെരുപ്പുണ്ട്, ഇതിൽ ഒരു കൊസറാട്ടി ചെരുപ്പുണ്ട്. ഇത് ബ്രൻവിക്ക് കേട്ടോ, ഇത് അജുക്കാൻ്റെ ഇവിടുത്തെ ബ്രാൻഡ് തന്നെയാണ്. ഓല് സെയില് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. ഏതാ അതുമുണ്ട്. അപ്പോൾ ഇതാ ഈ ചെരുപ്പും കാക്കമാരുടെ ചെരുപ്പ് വയസ്സായിട്ടോ. പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോകുമ്പം നൈക്കിൻ്റെയും അഡിഡാസിൻ്റെയും ഇങ്ങനത്തെ ചെരുപ്പുകളൊക്കെ കൊണ്ടുപോയിട്ടാണ് ഞാൻ പോകൽ. ഇപ്രാവശ്യം നാട്ടിൽ പോണത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. തന്തപ്പൊടിയുള്ള ചെരുപ്പും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ കുറച്ച് ക്യൂട്ട് ബാഗ് സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നാട്ടിൽ പോണ വിശേഷങ്ങൾ. അപ്പോൾ ജിമ്മി ഇപ്രാവശ്യത്തെ ദുബായ് വരവിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ജിമ്മിയെ ക്ഷണിക്കുന്നു. തുണി അഴിഞ്ഞിരിക്കണം, അപ്പോൾ എടുക്കും ചെയ്യും എനിക്ക്. ദുബായ് വരവ് ഇപ്രാവശ്യം നേരെ വന്നു. കുറച്ച് പരിപാടികളുണ്ട്. ഇനി കടന്നുറങ്ങുക, പരിപാടിക്ക് പോവുക, കടന്നുറങ്ങുക, ഇനി നാട്ടിൽ പോവുക. ആകെ 5 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. ഇത്രയൊക്കെ തന്നെ ഇപ്രാവശ്യത്തെ ദുബായിത്തെ വിശേഷം. പിന്നെ നല്ല ചൂടല്ലേ, നല്ല ചൂടായതുകൊണ്ട് എല്ലായിടത്തും പോകാൻ പറ്റി. ബീച്ചിലൊക്കെ ഒന്ന് പോയി. എവിടേക്കും ഇറങ്ങാൻ പറ്റില്ല, കുറേ പ്ലാൻ ഉണ്ടായി. പക്ഷേ എല്ലാവരും നീച്ചണത് വൈകുന്നേരമാണ്. നീച്ച് കഴിഞ്ഞ് വെയിൽ പോയിട്ടാണ് എല്ലാവരും ഇവിടെ പുറത്തിറങ്ങണത്. നമുക്ക് അല്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല, പെരും ചൂടാണ്. അപ്പോൾ എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ പ്രാവശ്യം ദുബായിലൊന്ന് എൻജോയ് ചെയ്തിട്ട് ജിമ്മി ഒരു വഴിക്ക് നാട്ടിലേക്ക് പോവാണ്, ഞങ്ങൾ വേറൊരു വഴിക്ക് പോവാണ്. അപ്പം എന്തായാലും അതൊരു 1.5 പോക്കാവും, എനിക്കറിയില്ല. അപ്പം പോകുമ്പോൾ മനസ്സിലാവുമായിരിക്കും. എന്തായാലും നമുക്ക് പോയേക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മളിപ്രാവശ്യത്തെ ദുബായ് വരവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ അടിപൊളിയുണ്ട്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ആൾക്കാർ വന്നൊരു പരിപാടിന് ഒരുപാട് ആൾക്കാർ ഒരുപാട് നേരം നമ്മളെ വെയിറ്റ് ചെയ്ത് ചൂടത്ത് എങ്ങനെയാണോ ഷെഫീക്കും സൈഫുക്കും ഒക്കെ നമ്മളെ സിവോറ ഗോൾഡിൻ്റെ പരിപാടി അന്ന് ആ സമയത്ത് നടത്തിയത്, അതേപോലെ അന്ന് ഓല സമയത്ത് ആ UW മാളിൽ നടത്തിയ പരിപാടിൻ്റെ അതേപോലെ തന്നെ അതിന് മിഞ്ഞാന്ന് നടന്ന പരിപാടി. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ ബന്ധമാണ് കേട്ടോ. ഇവർ രണ്ടാളും കുറച്ചധികം കാലമായി ഇപ്പം എൻ്റെ ഒപ്പം നടക്കണേ. ഞാനും ഹാപ്പിയാണ് ഇവലെ ബന്ധമേ. കാരണം എന്താ വെച്ചാൽ ഇച്ച പിന്നെ ഞാൻ ഷെഫീഖാനോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഷെഫീഖ എനിക്ക് ഇത്രയും ഉപകാരങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഞാൻ ഷെഫീഖക്ക് 2 സാധനം ഞാൻ തിരിച്ച് ചെയ്തു കൊടുത്തിട്ടുള്ളൂ. ദുബായിക്ക് വന്നത് 2 കാരണത്തേക്ക്. അത് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മളെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ വേണ്ടിയിട്ട്. 2ാമത് ഇച്ഛനെ ഇതിന് തിരിച്ചെടുക്കാൻ പറ്റില്ല, അതും ചെയ്യാം. ഷെഫീഖക്ക് 2 കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒന്ന്, സിവോറിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി കൊടുത്തു. അവിടെ കിടക്കണം, വെൽക്കം അവർ ബ്രാൻഡ് ഐക്കൺ. ബഹുമാനപ്പെട്ട സിവോറിൻ്റെ ബ്രാൻഡ് ഐക്കണായി മാറാൻ പറ്റി. 2, ഇച്ചൻ എന്ത് ചെയ്തു? ഇച്ചേനിൻ്റെ ഫ്രണ്ട് ഇച്ചനെ അങ്ങോട്ട് എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. സൈഫുഖാനായിട്ടും ഷെഫീഖാനായിട്ടും. ഇച്ചപ്പം എന്താ എടുത്തത് ലാസ്റ്റ് ചാറ്റില്? എന്താ മനുഷ്യനെ കുറിച്ചിട്ട് എന്താ നിങ്ങൾ അടുത്ത 3ാമത്തെ സൈഡായിട്ടുണ്ട്. അപ്പൊ ഇച്ചന്റെ ഇച്ചന്റെ കല്യാണ വീഡിയോ റിലീസ് ചെയ്യണം എന്നുള്ളതിൽ കമന്റ് ചെയ്യാ. 2000 കല്യാണം 2017 നടന്ന ഇച്ചൻ്റെ കല്യാണ വീഡിയോ കണ്ടിട്ട് ചിരിച്ച് പടം പറഞ്ഞാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഇച്ചൻ്റെ ആ ഒരു 2017 കല്യാണ വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി. അതായത് അന്ന് സൂര്യയും വിജയും പോലും തമിഴ് പടത്തിൽ അത്രയും സെറ്റപ്പ് കൊണ്ടുവരാത്തൊരു കാലഘട്ടത്തിലാണ് കാസർഗോഡ് തൃക്കരിപ്പൂര് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇച്ച കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഇച്ചൻ്റെ ആ ഒരു ആൽബം കാണണമെങ്കിൽ, ആ ഒരു കല്യാണ ആൽബം കാണാൻ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ സാധനങ്ങൾ ഇറക്കി പൊടിക്കി വെക്കുകയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ പോക്കും കാര്യങ്ങളും ആരംഭിക്കും. അപ്പോൾ ജിമ്മി ഫസ്റ്റ് പോകും. ഇൻഷാ അല്ലാഹ് നാളെ എയർപോർട്ടിൽ ആക്കി കൊടുക്കുന്നുണ്ടാവും നമ്മളെ ജിമ്മിനെ. പിന്നെ വരും ഇൻഷാ അല്ലാഹ്. മൾട്ടിപ്പിൾ വിസ അടിച്ചാണ് പ്രാവശ്യം വന്നിട്ടുള്ളത്, ചില്ലറ വരവല്ല. നോട്ട് എ നോർമൽ കമ്മിങ്. തിരുമ്പി വരും.
അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ അസറു അവിടെ തിരിച്ച് കൊടുക്കുന്ന വീഡിയോ എന്തെങ്കിലും എടുക്കൊണ്ടിട്ടോ അസറുവിന്. അപ്പം ഇത് അസറു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമ്മാനമാവും ഒരു PS5. കാരണം PS5ന് എത്രത്തോളം ഡിമാൻഡുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ ഇങ്ങനെ ഈ സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയാണ്. അപ്പോൾ ആ സമയത്ത് സന്ദർഭമാണ് സംയോജിതമായ ഇടപെടൽ ഷെഫീക്ക കാഴ്ചവെച്ചാണ്ട് അസറുവിന് ഒരു PS5 കൊടുത്തു. അപ്പോൾ ഷെഫീക്കയ്ക്ക് എല്ലാവരും ഒരു നിറഞ്ഞ കൈയടി. അതായത് ഒരു പേരെ കുടിയിരിക്കുമ്പോൾ പാത്രം കൊടുക്കണ പോലെ കണ്ടിരിക്കണേ. ഒരു പേരെ കുടിയിരിക്കുമ്പോൾ ഞാൻ മറ്റേ ഗ്രോസറി സെറ്റ് കൊടുക്കണോ കണ്ടിരിക്കണേ, ടേബിൾ കൊടുക്കണോ കണ്ടിരിക്കണേ, വാഷിംഗ് മെഷീൻ കൊടുക്കണോ കണ്ടിരിക്കണേ, ഓവന് മിക്സൊക്കെ കൊടുക്കണോ കണ്ടിരിക്കണേ. പക്ഷേ ഒരു പേരെ കുടിയിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന പോലെ ഒരു PS5 കേരളത്തിൽ ആദ്യമായിട്ട് സമ്മാനം കൊടുത്ത വ്യക്തി എന്നുള്ള ഒരു ഉപഹാരം കിട്ടാൻ പോവാണ്. ഇത് ആൾക്കാരെല്ലാവരും മാതൃകയാക്കി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനിയുള്ള കുടിയിരിക്കലിനൊക്കെ എന്ത് കൊടുക്കുക, പിന്നെ കുടിയിരിക്കലൊക്കെ വരാണ്ട് അപ്പം PS5 ആയിട്ട് വരിക. എനിക്ക് കാര്യമൊന്നുമില്ല, അഫീഫിന് എന്തെങ്കിലും നാല് നേരം തോണ്ടിയിരിക്കാൻ പാവപ്പോഴും. അപ്പം അഫീഫും നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അഫീഫിനെ നമ്മൾ ഈ വ്ളോഗിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് കാണും, ഇല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ വെച്ചിട്ട് കാണും. സോ ഇതാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും നമുക്കിതിൻ്റെ വരുമ്പോഴത്തേലെ കാണാം.